പരീക്ഷകളിൽ ചോദ്യങ്ങളുടെ പെരുമഴ തരുന്ന ചില ചെറിയ ടോപ്പിക്കുകളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. 10th പ്രിലിംസിനൊക്കെ എത്ര ചോദ്യങ്ങളാണ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ചില വിഷയങ്ങളൊക്കെ മുക്കിലും മൂലയിലും ഒളിച്ചിരിക്കുകയാണ്. നമുക്ക് അവയെ കണ്ടെത്താം, ഇന്ന് പഠിച്ചെടുക്കാം അതിൽ ചിലതിനെ. ഹായ് ഫ്രണ്ട്സ്, വിൻഡോസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രഘുനന്ദൻ നമ്പി. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായൊരു കാര്യം തന്നെയാണ് പറയുന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എന്നും ഡെയിലി യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കും. വെറും ഡെയിലി യൂട്യൂബ് ക്ലാസ്സുകളല്ല, ഇപ്പം നമ്മൾ നടത്തുന്നത് 10th പ്രിലിംസിന് വേണ്ടി 10th പ്രിലിംസ് നടത്തിയ 2000-ലധികം ചോദ്യങ്ങൾ. അതിൽ ആൾറെഡി 42, 45 ഇന്നത്തെ വീഡിയോടൊടക്കം കഴിഞ്ഞു. 45 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇനി 10-12 എണ്ണം അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. 10th പ്രിലിംസിന് നടന്ന 2000 ചോദ്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ഈ പങ്ക്തിയിലൂടെ. നമ്മളിത് ഈ 10th പ്രിലിംസ് വരെ മാത്രമല്ല, ഒരു വർഷത്തേക്കാണ്. ഇനി വരാൻ പോകുന്ന കേരള PSCയുടെ എല്ലാ 10th ലെവൽ എക്സാമുകൾക്കും വേണ്ടി ഇത്തരത്തിലുള്ള ക്രാഷ് കോഴ്സുകൾ, എക്സാമുകൾ ഇല്ലാത്ത കാലത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് കടന്നുപോക്ക്, എല്ലാ സബ്ജക്റ്റുകളും കവർ ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു ഓൺലൈൻ എക്സാം ഉണ്ടാവും. ഇന്നലെ നടന്ന ക്ലാസ്സിന് ഇന്നൊരു ഓൺലൈൻ എക്സാം. ഓക്കെ, അതിൻ്റെ PDF നിങ്ങൾക്ക് ലഭിക്കും. മുന്നേ കഴിഞ്ഞ ക്ലാസ്സുകൾ, അതായത് ഇപ്പോൾ 10th പ്രിലിംസിൻ്റേതാണെങ്കിൽ മുന്നേ കഴിഞ്ഞ നമ്മുടെ എന്താ പറയുക, മറ്റേ ചോദ്യ പേപ്പറുകളുടെ അനുബന്ധ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ക്ലാസ്സുകൾ ഒരൊറ്റ ക്ലിക്കിൽ ഒരൊറ്റ ലിങ്കിൽ ലഭിക്കുകയും ചെയ്യും. അതിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെല്ലാം എന്ന് തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിളാണ്, പലർക്കും അറിയണ്ടാവും അല്ലേ. ഉത്തരായന രേഖ, ഇത്രയൊക്കെ പഠിക്കുമ്പോൾ അതിന് അനുബന്ധ വസ്തുക്കളും എത്ര ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നോക്കാം. ഞാൻ തമാശക്കല്ല പറഞ്ഞത്, ഇത് ധാരാളം ചോദ്യങ്ങൾ വരുന്നൊരു ടോപ്പിക്കാണ്. ഇതൊരു ഗ്ലോബും, നമുക്ക് ഗ്ലോബ് വെച്ചിട്ടുണ്ടെന്ന് പഠിക്കാം. ഗ്ലോബ്, ഇന്ത്യയുടെ ഭൂപടം ഉണ്ടെങ്കിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ, എന്തെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് മുൻകാല PSC പരീക്ഷകളിൽ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. അപ്പോൾ എന്താണ് അക്ഷാംശ രേഖ, എന്താണ് രേഖാംശ രേഖ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്നതിൽ ഈ ഗ്ലോബിന് കുറുകെയുള്ള ഇങ്ങനെ സമാന്തരമായി, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ കാണുന്ന രേഖകളുണ്ടല്ലോ, ഇങ്ങനെ ലംബമായിട്ട്, ഭൂമധ്യരേഖയ്ക്ക് ലംബമായിട്ടല്ല, ഇങ്ങനെ ലംബമായി വരയ്ക്കുന്ന 90 ഡിഗ്രി തന്നെയാണ് ഭൂമധ്യരേഖയായിട്ട് ഉണ്ടാക്കുക. ഇരുന്ന രേഖകളെയാണ് നമ്മൾ രേഖാംശ രേഖകൾ എന്ന് വിളിക്കുക. ഇത് പലർക്കും ഡൗട്ടുള്ള കാര്യമാണ്. എന്താ അക്ഷാംശം, എന്താ രേഖാംശം? അപ്പോൾ അക്ഷാംശം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന രേഖകൾ. അങ്ങനെയുള്ള ഏത് രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് എന്നാണ് ചോദ്യം. ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണല്ലോ, അത് നമുക്കറിയാലോ. ഇന്ത്യ പൂർണ്ണമായും ഉത്തരാർദ്ധഗോളത്തിലാണ്. അതുപോലെ തന്നെ ഇന്ത്യ പൂർണ്ണമായും കിഴക്കൻ അർദ്ധഗോളത്തിലുമാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് എന്തായാലും ദക്ഷിണായന രേഖ ആയിരിക്കില്ല. ആ കോമൺ സെൻസ് എങ്കിലും നമുക്ക് വേണമല്ലോ. ഓക്കെ, ഉത്തരാർദ്ധഗോളത്തിലായതുകൊണ്ട് ഉത്തരായന രേഖ, അതല്ലെങ്കിൽ എന്താവാം, ഇതില് ഭൂമധ്യരേഖ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നില്ല. പിന്നെ ആർട്ടിക് വൃത്തവും അന്റാർട്ടിക് വൃത്തവുമാണ്. അത് നമുക്കറിയാം, ശൈത്യമേറിയ പ്രദേശം ഇന്ത്യയിലുണ്ടോ. അപ്പോൾ ഒരു കോമൺ സെൻസ് വെച്ച് തന്നെ നമുക്കിതിന് ആൻസർ ചെയ്യാൻ പറ്റും. പല ചോദ്യങ്ങളും അങ്ങനെയാണ്. നമ്മളിത് വെറുതെ ഇങ്ങനെ വായിച്ചു പോകും. താഴെ പറയുന്ന അക്ഷാംശ രേഖകൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏത്? ഉത്തരായന രേഖ. ഉത്തരായനല്ല, ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഉത്തരായന രേഖയാണ്. ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണ്. പൂർണ്ണമായും ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണ്. പൂർണ്ണമായും ഇന്ത്യ കിഴക്കൻ അർദ്ധഗോളത്തിലാണ്. ഇന്ത്യ ഏഷ്യയുടെ തെക്കുഭാഗത്താണ്. ഓക്കെ, ഇന്ത്യ ആദ്യകാലത്ത് എവിടെയായിരുന്നു? ഇന്ത്യ ആദ്യകാലത്ത് ദക്ഷിണ അർദ്ധഗോളത്തിലായിരുന്നു. ഇന്ത്യ ഉൾപ്പെടുന്ന ആ വൻകരാഫലകം പിന്നീട് അത് എവിടേക്ക് എത്തിയതാണ്? ഉത്തരാർദ്ധഗോളത്തിലേക്ക് എത്തിയതാണ്. ഓക്കെ, എന്നിട്ട് ആ കൂട്ടിമുട്ടലിലാണ്, അവിടെയുള്ള ഒരു ഫലകവുമായിട്ട് കൂട്ടിമുട്ടലിലാണ് ഹിമാലയം ഉയർന്നു വരുന്നത്. അങ്ങനെ 2 ഫലകങ്ങൾ കൂട്ടിമുട്ടുകയാണ്. അപ്പോൾ ഉയർന്നു വന്നാണ് ഹിമാലയം. ഇപ്രാവശ്യത്തെ 9ാം ക്ലാസ്സിലെ പാഠത്തിലുണ്ടത്. ആ ഉയർന്നു, അതുകൊണ്ട് തന്നെ ഹിമാലയം മടക്കു പർവ്വതമാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതമാണ്. ഓർത്തു വെച്ചോളൂ, ഹിമാലയം മടക്കു പർവ്വതമാണ്. താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതമാണ് ഹിമാലയം. ഓർത്തിരിക്കണേ. ആരാ ഉയർന്നു വന്നത്? തെതീസ് എന്നുള്ള നദി അല്ലെങ്കിൽ കടലാണ് ഉയർന്നു വന്നത്.
ആ തെതീസ് എന്നുള്ള പേരും ഓർത്തു വയ്ക്കുക. നമുക്ക് തിരിച്ചു പോകാം. അപ്പം എന്താണ് ഉത്തരായന രേഖ എന്ന് നമുക്ക് മനസ്സിലായി. ഉത്തരായന രേഖയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത്. കൃത്യമല്ലെങ്കിലും ഉത്തരായന രേഖയാണ്. ഇപ്പം നർമ്മദ താപ്തി നദികൾക്ക് താഴെയാണ്. ഇപ്പം ഇന്ത്യ വരയ്ക്കുകയാണെങ്കിൽ ഇന്ത്യ വരയൊക്കെ ഗംഭീരമാണ് കേട്ടോ. ജസ്റ്റ് വരയ്ച്ച് കാണിച്ചു തരാം. ഇന്ത്യ വരയ്ക്കുകയാണ്. അത്രയല്ലേ കൊണ്ടുള്ളൂ ഇന്ത്യയാണിത്. ആ ഇന്ത്യയിൽ നമുക്കറിയാം താപ്തി നർമ്മദ എന്നുള്ള 2 നദികളുണ്ട്. ആ നദികളുടെ പ്രത്യേകത എന്താ? അവ ഉപദ്വീപീയ നദികളാണ്. ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ്. ആ ഉപദ്വീപീയ നദികളിൽ നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 41 നദികളും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. 3 നദികൾ മാത്രമാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. ഏതൊക്കെയാ ആ 3 നദികൾ? കബനി, ഭവാനി, പാമ്പാർ. ഏതൊക്കെയാണ് ആ നദികൾ? ഒക്കെ PSCക്ക് പണ്ട് കാലത്ത് ആവർത്തിച്ച് ചോദിച്ചതാണ്. കബനി, ഭവാനി, പാമ്പാർ. 44 നദികളാണ് കേരളത്തിലുള്ളത്. ആ കബനിയും ഭവാനിയും പാമ്പാറും ആ 3 നദികളും കാവേരിയുടെ കൈവഴികളാണ്, അല്ലെ, കാവേരിയുടെ പോഷക നദികളാണ്. അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഉത്തരായന രേഖ ഇന്ത്യയെ വടക്കേ ഇന്ത്യയിൽ നിന്നും തെക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നു. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ അറിഞ്ഞിരിക്കണം. അത്തരം ചോദ്യങ്ങൾ വരാറുണ്ട്. 8 സംസ്ഥാനങ്ങളാണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? നോക്കൂ, മിസോറാം ഉണ്ട്, ത്രിപുര ഉണ്ട്, വെസ്റ്റ് ബംഗാൾ ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. അപ്പൊ ആ മാപ്പ് ഒന്ന് മനസ്സിൽ വെക്കുക. മുകളിൽ രാജസ്ഥാൻ ഉണ്ടല്ലേ, മുകളിൽ രാജസ്ഥാൻ ഉണ്ട്. രാജസ്ഥാനുമായി ബന്ധപ്പെട്ട് നന്നായിട്ട് ആലോചിച്ചോ. 9ാം ക്ലാസ്സിലെ പാഠത്തിൽ രാജസ്ഥാൻ സമതലത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. 9ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിൽ, പുതിയ പാഠത്തിൽ. അവിടുന്ന് ചോദ്യങ്ങൾ വരാം. കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെ പുതിയ ചോദ്യങ്ങൾ വന്ന ഒരു സോഴ്സാണ് 9ാം ക്ലാസ്സിലെ 3 പാഠങ്ങൾ. ആ രാജസ്ഥാൻ സമതലം എന്ന് പറയുന്നത് ഉത്തര മഹാസമതലത്തിന്റെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്തുള്ള സമതലമാണ്. ഓർത്തിരിക്കട്ടാ. അവിടെയാണ് ധാർ മരുഭൂമിയുള്ളത്. ആ രാജസ്ഥാൻ സമതലത്തിലാണ് ധാർ മരുഭൂമിയിലുള്ളത്. രാജസ്ഥാൻ, ഗുജറാത്ത് പ്രദേശങ്ങളിലായിട്ടാണ് ഏത് വ്യാപിച്ചു കിടക്കുന്നത്? രാജസ്ഥാൻ സമതലം വ്യാപിച്ചു കിടക്കുന്നത്. ഈ രാജസ്ഥാൻ കഴിഞ്ഞ അവിടെ പഞ്ചാബ്, ഹരിയാന സമതലമുണ്ട്. അത് കഴിഞ്ഞാൽ വലിയൊരു ഗംഗാ സമതലമുണ്ട്. അത് കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര സമതലം അഥവാ ആസാം സമതലമുണ്ട്. നമുക്ക് തിരിച്ചു പോകാം. അതിൽ പടിഞ്ഞാറേ അറ്റത്ത് രാജസ്ഥാനും കിഴക്കേ അറ്റത്ത് ആരുമാണ്? ബ്രഹ്മപുത്ര സമതലമാണ്. കാരണം ബ്രഹ്മപുത്ര എങ്ങനെ വരുന്നത്? ഇങ്ങനെയല്ലേ വരുന്നത്. ബ്രഹ്മപുത്ര ഇങ്ങനെ വന്ന് അരുണാചൽ പ്രദേശിലൂടെ പ്രവേശിച്ച് പിന്നീട് ഇന്ത്യയിൽ ഒഴുകി ബംഗ്ലാദേശിലൂടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഭാഗത്താവുമല്ലോ. ഈ ഭാഗത്തുള്ള സമതലം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് സമതലമാണത്? അത് ബ്രഹ്മപുത്ര സമതലമാണ്. ഓക്കെ, ഒരൊറ്റ കാര്യം കൂടി ഓർത്തു വെച്ചോളൂ. ഇങ്ങനെ വരുമ്പോൾ മൂപ്പരുടെ പേരെന്താ? സാങ്പോ. ഇവിടെ മൂപ്പര് അറിയപ്പെടുന്ന പേര് സാങ്പോ എന്നാണ്. നമ്മുടെ ബ്രഹ്മപുത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് അരുണാചൽ പ്രദേശിലൂടെയാണ്. തിരിച്ചു പോകാം. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളെയും നിങ്ങൾ ഈ മാപ്പ് നോക്കി മെല്ലെ 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 പരിചയപ്പെടണം. പിന്നെ കാര്യം എളുപ്പമായി. അപ്പോൾ രാജസ്ഥാൻ, ആ രാജസ്ഥാന്റെ താഴത്ത് നിങ്ങൾ ഗുജറാത്ത് കണ്ടില്ലേ? ഈ ഗുജറാത്തിലൂടെ പോകുന്നുണ്ട് ഉത്തരായന രേഖ. ഏതിലൂടെ കടന്നു പോകുന്നു? ഗുജറാത്തിലൂടെ. ഇത് അക്ഷാംശ രേഖയാണ്. ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നതാണ് രേഖാംശ രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഉത്തരായന രേഖയാണ്. ആ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ധാരണ ഉണ്ടാക്കി വെക്കുക. ഇവിടുത്തെ മിസോറാമിലൂടെ കടന്നു പോകുന്നുണ്ട്, ഇവിടെ ത്രിപുരയിൽ കടന്നു പോകുന്നുണ്ട്, ഇവിടെ വെസ്റ്റ് ബംഗാളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഇവിടെ ജാർഖണ്ഡിലൂടെ കടന്നു പോകുന്നുണ്ട്, ഇവിടുത്തെ ഛത്തീസ്ഗഡിലൂടെ കടന്നു പോകുന്നുണ്ട്, ഇവിടെ മധ്യപ്രദേശിലൂടെ, ഇവിടെ ഗുജറാത്തിലൂടെ. അതുപോലെ തന്നെ ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8 രാജസ്ഥാനിലൂടെയും കടന്നു പോകുന്നുണ്ട്. അപ്പോ എവിടെ എങ്ങനെ ഓർത്തു വെച്ചാൽ മതി? MTയുടെ JCB ഓർത്തു വെക്കാനുള്ളൊരു കോഡാണ് ഞാൻ പറയുന്നത്. MTയുടെ JCB. അവിടെ MT എന്ന് പറഞ്ഞാൽ മിസോറാം, ത്രിപുര. B എന്ന് പറഞ്ഞാൽ ബംഗാൾ. MT എന്ന് പറഞ്ഞാൽ MT വാസുദേവൻ നായർ അല്ലട്ടെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഒരു കോഡ്. J എന്ന് പറഞ്ഞാൽ ജാർഖണ്ഡ്. C എന്ന് പറഞ്ഞാൽ JCB. ജനറൽ മാനേജർ കൊണ്ടുപോയി. എവിടേക്ക് കൊണ്ടുപോയി? രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി.
MT ഒരു JCB ഉണ്ടായിരുന്നു. ആ MTയുടെ JCB ജനറൽ മാനേജർ അതിൻ്റെ അടവ് തെറ്റി. JCB ലോണിനടുത്തത് അതിൻ്റെ അടവ് തെറ്റി. അപ്പം JCB ജനറൽ മാനേജർ കൊണ്ടുപോയി. എന്നിട്ട് രാജസ്ഥാനിലുള്ള ഒരാൾക്ക് കൊടുത്തു. അവിടുന്ന് മണൽ കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം. ഓക്കെ, രാജസ്ഥാനിൽ മരുഭൂമി ഉണ്ടല്ലോ, ധാർ മരുഭൂമിയിൽ നിന്ന് മണൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു. മറ്റൊരു കഥ ആലോചിച്ച് നോക്ക്. നമ്മുടെ കയ്യിലായി ഈ സാധനം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ ആദ്യം സംസ്ഥാനങ്ങളെ ഒന്ന് പരിചയപ്പെടണം, അതിൻ്റെ പേരെന്നറിയണം. എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു കോഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കോഡ് ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതി വെക്കുക. നിങ്ങൾ മറന്നു പോവില്ല. സോ 8 സംസ്ഥാനങ്ങൾ. ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ എന്ന് മനസ്സിലായല്ലോ? മിസോറാം, ത്രിപുര, MT, JCB എന്ന് പറയുമ്പോൾ ജാർഖണ്ഡ്, C എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡ്, B എന്ന് പറഞ്ഞാൽ ബംഗാൾ, ജനറൽ മാനേജർ എന്ന് പറഞ്ഞാൽ G എന്ന് പറഞ്ഞാൽ ഗുജറാത്ത്, M എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ്, രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയി. രാജസ്ഥാൻ. ഇപ്പം മാപ്പ് നമ്മുടെ കയ്യിലായി. അതിലെ ചില സംസ്ഥാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വന്നു. മെല്ലെ മെല്ലെ നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഇപ്പൊ നമുക്കറിയാം MTയുടെ JCB എടുക്കുമ്പോൾ മധ്യപ്രദേശ് ഉണ്ട്, ബംഗാൾ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. അതിൽ M എന്ന് പറഞ്ഞാൽ മണിപ്പൂരല്ല എന്ന് നമ്മൾ ഓർക്കണം. M എന്ന് പറഞ്ഞാൽ നമ്മൾ മണിപ്പൂർ പോയിട്ടുണ്ടോ? ഇല്ല. കണ്ടുവോ? മിസോറാം ഉണ്ട്, ത്രിപുര ഉണ്ട്. മണിപ്പൂരുണ്ടോ? ഇല്ല. അപ്പോൾ അത് മിസോറാമാണ്. ത്രിപുര ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്. ഓക്കെ, അത് ഓർത്തു വെക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാപ്പും കൂടി മനസ്സിലുണ്ടാവണം. ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ, രേഖാംശ രേഖകൾ. നമുക്കറിയാലോ. ഇപ്പോൾ സാധാരണ നമ്മൾ ഗ്രാഫ് പഠിക്കുമ്പോൾ കുറച്ച് മേസ വന്നിട്ട് നമുക്ക് പോവാം, നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇതിനെ X അക്ഷം എന്ന് പറയും, ഇതിനെ Y അക്ഷം എന്ന് പറയും. അപ്പം നമുക്ക് ഇവിടെയുള്ള ഏത് പോയിന്റിനും ഒരു സ്ഥാനം പറയാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടേക്ക് ഒരു ലംബം വരയ്ക്കുക. അതിനെയാണ് X നിർദ്ദേശാങ്കം എന്ന് പറയുന്നത്. അപ്പം അതിവിടെ ഇങ്ങനെ ഞാൻ ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആണെങ്കിൽ ഞാൻ ഇതിന് 4 എന്നിട്ടാൽ അതിൻ്റെ അർത്ഥം നേരെ കുത്തനെ പോയാൽ അത് Xൽ 4ൽ ചെന്ന് തട്ടും. അപ്പം 4 എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ പോയിന്റ് ആവാം, ഏത് പോയിന്റും ആവാം. പക്ഷെ ഞാൻ Yയിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചാൽ അത് 5ൽ ചെന്ന് മുട്ടിയാൽ 4, 5. ഇത് നോക്കൂ, ഇതിനെ നമുക്ക് Y = 5 എന്നുള്ള ഒരു ലൈൻ എന്ന് പറയാം. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഉയരം ഇവിടെയൊക്കെ 5 ആണ്. ഇതിനെ X = 4 എന്നും പറയാം. ഈ രണ്ട് രേഖകൾ തമ്മിൽ യോജിക്കുന്ന സ്ഥലമാണ് 4, 5. അപ്പം അതിനൊരു കൃത്യം പോയിന്റ് ആയല്ലോ. പക്ഷെ ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല, ഭൂമി വളഞ്ഞതായതുകൊണ്ട്, ഗോളമായതുകൊണ്ട്. അപ്പം നമ്മൾ അവിടെ ഇങ്ങനത്തെ വളഞ്ഞ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും വരയ്ക്കും. അവിടെ ഈ നമ്പറിന് പകരം ഡിഗ്രി കൊടുക്കും. അപ്പോൾ ഏതൊരു സ്ഥലത്തിനും, നിങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥലത്തിനും നമുക്ക് എന്ത് കൊടുക്കാം? ഒരു പേര് കൊടുക്കാം. ഞാൻ വെറുതെ കുറച്ച് മാത്സങ്ങളെ പഠിപ്പിച്ചെന്നല്ല, ഇതിൻ്റെ കൺസെപ്റ്റിലേക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അക്ഷാംശ രേഖയും രേഖാംശ രേഖയും ചേർന്നാൽ നമുക്ക് ഏതൊരു സ്ഥലത്തിനും പേര് കൊടുക്കാം, ഒരു നിശ്ചിത സ്ഥലം നിർണ്ണയിക്കാം. പ്രധാന അക്ഷാംശ രേഖകൾ ഏതൊക്കെയാണ്? 0 ഡിഗ്രി അക്ഷാംശ രേഖയ്ക്കാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഇവിടെ നോക്ക്, 0 ഡിഗ്രി അക്ഷാംശ രേഖ. ആ 0 ഡിഗ്രി അക്ഷാംശ രേഖ ഞാൻ ഇവിടെ താത്തി എടുത്തിട്ടുണ്ട്, ഭൂമധ്യരേഖയാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ 23.5 ഡിഗ്രി. ആ 23.5 ഡിഗ്രി എടുക്കാനുള്ള കാരണം എന്താ? 23.5 ഡിഗ്രി എടുക്കാനുള്ള കാരണം എന്താണ്? ഈ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവ് എത്രയാ? 23.5 ഡിഗ്രി. ഓർത്തു വെക്കുക, കണക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ 23.5 ഡിഗ്രി എടുത്തിട്ടുള്ളത്. ആ 23.5 ഡിഗ്രി ആ അക്ഷാംശ രേഖയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്ന് പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്ന് പറയുന്നത് ആ ഉത്തരായന രേഖയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. പിന്നെയുള്ളത് ഇത് ആർട്ടിക് ധ്രുവം. അതിനപ്പുറത്ത് നിങ്ങൾ 66.5 ഡിഗ്രിയിൽ കാണുന്നതാണ് ആർട്ടിക് വൃത്തം. അപ്പൊ ഇത് വടക്കു ഭാഗമാണ്. ഈ വടക്കു ഭാഗത്താണ് ഭൂമധ്യരേഖ ഭൂമിയെ 2 അർദ്ധഗോളങ്ങളാക്കും. ഉത്തരാർദ്ധഗോളം, മുകളിലുള്ള ഭാഗം എപ്പോഴും വടക്കാണ്. ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക്, ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്ക്. അപ്പൊ ആ ഭൂമധ്യരേഖ 2 ഗോളങ്ങളാക്കുന്നു. ഇത് ഉത്തരാർദ്ധഗോളം, ഇത് ദക്ഷിണാർദ്ധഗോളം. ആ ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്.
ആ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. മധ്യഭാഗത്തൂടെ തന്നെയാണ് ഏകദേശം. അതിന്റെ ഡിഗ്രി എത്രയാ? 23.5 ഡിഗ്രി. ഇനി ഇവിടെ ഉള്ളത് ഏതാ? ഇവിടെ ഉള്ളത് ആർട്ടിക് സർക്കിൾ. ഓക്കെ, ഇവിടെ ഉള്ളതോ ധ്രുവം. ധ്രുവം എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി. രണ്ട് ധ്രുവവും 0 ഡിഗ്രിയാണ്. വടക്ക് ഭാഗത്ത് 0 ഡിഗ്രി. 0 ഡിഗ്രി വടക്കിൽ ഉത്തര ധ്രുവം, 0 ഡിഗ്രി തെക്കിൽ ദക്ഷിണ ധ്രുവം. ഇത് ആർട്ടിക് സർക്കിൾ അല്ലേ? ഇത് ആർട്ടിക് ധ്രുവം, ഇത് അന്റാർട്ടിക് ധ്രുവം. ആർട്ടിക് മുകളിൽ, അന്റാർട്ടിക് നേരെ ഓപ്പോസിറ്റ്, ആന്റി ആർട്ടിക് എന്ന് ഓർത്തു വെച്ചാൽ പോരെ. മുകളിൽ ആർട്ടിക്, അതിന്റെ ഓപ്പോസിറ്റ് അന്റാർട്ടിക്. കഴിഞ്ഞു. നമ്മളൊന്ന് കണക്ട് ചെയ്ത ഈ സാധനം പിടിച്ചു. അപ്പൊ 0 ഡിഗ്രി വടക്ക് ആർട്ടിക്, 0 ഡിഗ്രി തെക്ക് അന്റാർട്ടിക്. ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി, ഇത് കൈ പോരും. യെസ്, അപ്പോ അവിടെ ക്ലിയർ ആയല്ലോ. അപ്പൊ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട രേഖകൾ എന്ന് പറഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് വരാം, ചോദിച്ചിട്ടുണ്ട് മുൻകാലങ്ങളിൽ. അതൊന്ന് ഓർത്തു വെക്കുക. 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി തെക്ക് ദക്ഷിണായന രേഖ. 63.5 ഡിഗ്രി വടക്ക്, വടക്ക് ആർട്ടിക് ആണ്, ആർട്ടിക് ധ്രുവമാണ്, അപ്പൊ ആർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി തെക്ക് അന്റാർട്ടിക് വൃത്തം അല്ലേ? പിന്നെ 90 ഡിഗ്രി, കറക്റ്റ് 90 ഡിഗ്രി ആയാൽ വടക്ക് ഉത്തര ധ്രുവം ആർട്ടിക്, 90 ഡിഗ്രി തെക്കാണെങ്കിൽ ദക്ഷിണ ധ്രുവം അന്റാർട്ടിക്, അന്റാർട്ടിക് ധ്രുവം എന്നും പറയാം. ക്ലിയർ ആയോ? ഇങ്ങനെ മാപ്പ് നോക്കി കൺസെപ്റ്റ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സൊന്നും പോവില്ല. ഓക്കെ, ഇനി ഉത്തരായന രേഖ മാത്രമാണോ? അല്ല. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖകൾ അക്ഷാംശ രേഖകൾ മാത്രമാണോ? അല്ല. ഇനി വരുന്നു രേഖാംശ രേഖ. സമയം നിർണ്ണയിക്കുന്ന ആള് മൂപ്പരാ. സമയം നിർണ്ണയിക്കുന്നത് രേഖാംശ രേഖകളാ. എങ്ങനെ? ഇങ്ങനെ ഭൂഗോളത്തിന് കുറുകെ ആയിട്ട് കിടക്കുന്ന സംഭവങ്ങൾ കണ്ടു. അങ്ങനെ ഭൂഗോളത്തിന് കുറുകെ കിടക്കുന്ന സംഭവം. ഓക്കെ, ഇതാണ് അതില് ഈ ഇവിടെ 0 ഡിഗ്രി പോലെ ഇവിടുത്തെ 0 ഡിഗ്രി പ്രധാന രേഖയായിട്ടുള്ളത് ഈ എന്താണ് മെറിഡിയൻ, ഗ്രീൻവിച്ച് രേഖ, മെറിഡിയൻ രേഖ എന്ന് പറയും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അവിടെ നിന്ന് നേരത്തെ നമ്മൾ ഓരോന്നിനും 15 ഡിഗ്രി അളവിൽ ഓരോ പ്രധാന രേഖകളുണ്ട്. ഓക്കെ, അപ്പോ അവിടെ ഓരോ 15 ഡിഗ്രിക്കും 1 മണിക്കൂർ വ്യത്യാസപ്പെടും. ഓരോ 15 ഡിഗ്രിക്കും അവിടെ എന്ത് വ്യത്യാസപ്പെടും? 1 മണിക്കൂർ വ്യത്യാസപ്പെടും. അങ്ങനെ 24 15 മണിക്കൂറാവുമ്പോൾ 24 മണിക്കൂറായി. ഇതിനെ സമയരേഖകൾ എന്നും വിളിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ രേഖാംശ രേഖകളുമാണ് സമയവുമായി ബന്ധപ്പെട്ടതും കൂടിയാണ്. ഓക്കെ, അപ്പോ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഒരു ഗോളത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭൂപടത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ എഴുതി തുടങ്ങുന്ന ഭാഗം പടിഞ്ഞാറും എഴുതി ചെല്ലുന്ന ഭാഗം കിഴക്കുമാണ്. മുകളിലുള്ള ഭാഗം വടക്കും താഴെയുള്ള ഭാഗം തെക്കുമാണ്. അപ്പൊ കിഴക്ക് പടിഞ്ഞാറായി വരയ്ക്കുന്ന രേഖ അക്ഷാംശ രേഖ. അപ്പൊ വടക്ക് തെക്കായിട്ട് വരയ്ക്കുന്ന രേഖ അത് രേഖാംശ രേഖ. സിമ്പിളായി കിട്ടിയില്ലേ? ഓക്കെ, ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാ? ഭൂമധ്യരേഖയല്ലേ? ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഭൂമധ്യരേഖ. അത് 0 ഡിഗ്രി രേഖ. ഭൂഗോളത്തെ ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും വേർതിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പരീക്ഷയ്ക്ക് വന്ന മറ്റൊരു ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? വടക്ക് തെക്കായി വരയ്ക്കുന്ന സാങ്കല്പിക രേഖ രേഖാംശ രേഖ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന രേഖ ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയ്ക്ക് തെക്ക് സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം എന്ത് ചെയ്യുന്നു? ദക്ഷിണാർദ്ധഗോളം എന്നും. വടക്കുള്ളതിന് ഉത്തരം, വടക്കാണ് ഉത്തരം, തെക്കാണ് ദക്ഷിണം. ഉത്തരായന രേഖ 2 തവണ അടച്ചു കടക്കുന്ന നദി മാഹി. നമ്മുടെ മാഹി അല്ലട്ടാ, ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഓർത്തു വെച്ചോളൂ, മാഹി. ഉത്തരായന നമ്മുടെ മാഹി തന്നെ. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയാണ്. ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഉദയ്പൂർ, ത്രിപുര. ഓർത്തു വെക്കുക, ത്രിപുരയിൽ കൂടെ കടന്നു പോകുന്നില്ലേ? ആ ത്രിപുരയിലുള്ള ഉദയപൂർ നഗരമാണ് ഉത്തരായന രേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം. ഇതൊക്കെ PSCക്ക് ചോദിച്ചതാണ്. ഉത്തരായന രേഖയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം അഹമ്മദാബാദ്. ഇനി നമ്മൾ രേഖാംശ രേഖ എന്തെല്ലാം ചോദ്യങ്ങൾ വന്നിട്ട് നോക്കൂ. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്ത് കൂടി പോകുന്ന രേഖാംശ രേഖ ഏതാണ്? അതിലുമുണ്ടോ ഒരു 82.5 ഡിഗ്രി.
22.5 ഡിഗ്രി കണ്ടില്ലേ? നമ്മൾ നേരത്തെ 22.5 23.5, ഞാൻ തെറ്റിക്കുകയാണല്ലേ, 23.5, പിന്നെ 66.5. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു 82.5. ആ 82.5 ഡിഗ്രി എന്താണ്? 82.5 ഡിഗ്രി രേഖാംശ രേഖയാണ്. ഓർത്തിരിക്കുക, സമയവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി കടന്നു പോകുന്നതാവില്ലേ 82.5 ഡിഗ്രി എന്ന് പറയുന്നത്? ഇന്ത്യയുടെ മധ്യഭാഗത്ത് അത് പശ്ചിമ രേഖാംശമാണോ പൂർവ്വ രേഖാംശമാണോ? എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞു കിഴക്കൻ അർദ്ധഗോളത്തിലാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയുടെ രേഖാംശം കിഴക്കേ വരൂ. ഉത്തരാർദ്ധഗോളത്തിലാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയുടെ അക്ഷാംശം വടക്കേ വരൂ. അവിടെ സംശയം തീർന്നു. നോക്കൂ, നമ്മൾ ആ ഗോളം നമ്മൾ മനസ്സിൽ കാണുന്നു, എന്നിട്ട് കാണുന്നു ഇതാ അതിൻ്റെ മുകളിലാണ്, അതുകൊണ്ട് വടക്ക്. ഇനി ഇങ്ങനെ പോകുന്ന മെറിഡിയൻ എടുത്തണിച്ചാൽ കിഴക്കാണ്, അതുകൊണ്ട് കിഴക്ക്, ഫുള്ള് കിഴക്ക്. അതുകൊണ്ട് മൂപ്പര് രേഖാംശത്തിൽ എന്തേ വരുള്ളൂ? കിഴക്കേ വരുള്ളൂ. അക്ഷാംശത്തിലോ വടക്കേ വരൂ. അപ്പം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം അല്ലേ? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും? രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാ സമയം കണക്കാക്കുക. ഓരോ 15 ഡിഗ്രിയിലും അങ്ങനെ ഓരോ സമയരേഖയെ നമുക്ക് കാണാം. അപ്പൊ ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൂടി ഒരുപാട് രേഖകളുണ്ട്. അവിടെയൊക്കെ തലയുടെ മുകളിൽ സൂര്യൻ നിൽക്കുന്ന സമയം 12 മണി എന്നുള്ള രീതിയിലാണ് പ്രാദേശിക സമയം കണക്കാക്കുക. അങ്ങനെ കണക്കാക്കിയാൽ ഈ നാട് മുഴുവൻ വ്യത്യസ്ത സമയങ്ങളാവില്ലേ? അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ വേണ്ടേ? അതുകൊണ്ടാണ് ഇന്ത്യയുടെ മാനക സമയം സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും? 82.5 ഡിഗ്രി പൂർവ്വരേഖാംശത്തെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ചോദ്യം വരാറുള്ളതാണ്, പലതവണ വന്നതാണ്. ഞാൻ ചോദിച്ച ആ ഒരു കൊല്ലം മാത്രമൊന്നല്ല. ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ഞാൻ നേരത്തെ ഗ്രീൻവിച്ച് രേഖ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ഗ്രീൻവിച്ച് രേഖയേക്കാൾ എത്ര മുന്നിലാണ് എന്നാണ് ചോദ്യം. 5.5 ഡിഗ്രി മുന്നിലാണ്, 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മൾ. കാരണം അവിടെയുള്ള സമയത്തിൽ നിന്നും 5.5 മണിക്കൂർ മുന്നിലാണ് നമ്മുടെ സമയം. ഇപ്പം ഇന്ത്യൻ ഭൂമിശാസ്ത്രം പ്രകാരം അലഹബാദിനടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ അലഹബാദിന് പ്രയാഗ്രാജ് എന്നാണ് പേര്. അലഹബാദിനടുത്തുള്ള പ്രയാഗ്രാജിനടുത്തുള്ള മിർസാപൂർ പ്രദേശത്തിലൂടെ കടന്നു പോകുന്ന 82 ഡിഗ്രി 30 പൂർവാംശ രേഖയെയാണ് പ്രാദേശിക സമയമാണ് നമ്മുടെ ഇന്ത്യൻ മാനക സമയം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ സമയം പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ മുമ്പിലാണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണ്? 30 ഡിഗ്രിയാണ്. അതായത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ളൊരു സ്ഥലവും പടിഞ്ഞാറേ അറ്റത്തുള്ളൊരു സ്ഥലവും ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സ്ഥലവും ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്ത് കിടക്കുന്ന ഗുജറാത്തിലെ സ്ഥലവും ഇന്ത്യയുടെ കിഴക്കറ്റേ അറ്റത്ത് കിടക്കുന്ന സ്ഥലമായ അരുണാചൽ പ്രദേശിലെ സ്ഥലവും തമ്മിൽ എത്ര ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്? 30 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. 15 ഡിഗ്രിക്ക് 1 മണിക്കൂറാണ്. അപ്പം 30 ഡിഗ്രിക്ക് എത്ര മണിക്കൂറാണ്? 2 മണിക്കൂറാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തെ ഗുജറാത്തിലെ സമയവും പ്രാദേശിക സമയവും അരുണാചൽ പ്രദേശിലെ സമയവും തമ്മിൽ എത്ര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്? 2 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. സോ സിമ്പിൾ അല്ലേ ജോഗ്രഫി മക്കളെ? ജോഗ്രഫി എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കാണാപ്പാടം പഠിച്ചു വെക്കേണ്ടല്ലോ. കൺസെപ്റ്റ് മനസ്സിലായാൽ ഈ സാധനം കീശയിൽ പോരുമല്ലോ. ഓക്കെ, അപ്പം 2 മണിക്കൂർ മുന്നിലാണ് ആര്? അരുണാചൽ പ്രദേശിലെ സമയം. ഇന്ത്യയിൽ ആദ്യമായി സൂര്യൻ ഉദിക്കുന്നത് അരുണാചൽ പ്രദേശിലാണ്. എന്താ പറയുക, ഉദയസൂര്യന്റെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. ഓർത്തിരിക്കുക. ഓക്കെ, അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് 2 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാകുന്നത്. കിഴക്കോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകും. ഓരോ 15 ഡിഗ്രി രേഖാംശത്തിനും പ്രാദേശിക സമയം 1 മണിക്കൂർ വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പം ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ കൂടുതലാണ്. ഇന്ത്യയിൽ എത്ര സമയമേഖലയുണ്ട്? ഒറ്റൊന്ന്. കൂടുതൽ വിസ്തൃതിയുള്ള, കൂടുതൽ ഇങ്ങനെ രേഖാംശീയമായി കൂടുതൽ വിസ്തൃതി ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2-3 എണ്ണം വേണ്ടി വരും. പക്ഷെ ഇന്ത്യക്ക് 1 മതി.
അതുകൊണ്ട് ഇന്ത്യയിലൊക്കെ മാനക സമയം ഒന്നാണ്, പ്രാദേശിക സമയം വ്യത്യാസപ്പെടും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ മാനക സമയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കിഴക്ക് രേഖാംശ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ കൂടി പഠിക്കണ്ടേ? ഉത്തർപ്രദേശ് ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ഛത്തീസ്ഗഡ് ഉണ്ട്, ഒഡീഷയുണ്ട്, ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഓക്കെ, MTയുടെ JCBയിലെ ഛത്തീസ്ഗഡ് ഇവിടെ കിടക്കുന്നുണ്ട്. മറ്റോടത്ത് മഹാരാഷ്ട്രയാണ്, ഇവിടെ മധ്യപ്രദേശാണ്, ഉത്തർപ്രദേശാണ്, ഒഡീഷയാണ്, ആന്ധ്രാപ്രദേശാണ്. ഒരു കോഡ് ഉണ്ടാക്കിയത് ഇതിലെ ആദ്യത്തെ പദങ്ങൾ ഉപയോഗിച്ചും കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റാവുന്ന പദങ്ങൾ ഉപയോഗിച്ചും കൊണ്ടോ കമന്റിൽ ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഡൈവേർജന്റ് ആയിട്ട് നിങ്ങൾ തോട്ട് ചെയ്യണം. അപ്പൊ ഈ PSC പഠനം രസകരമായി മാറും. അതിന് ധാരാളം സമയം ഉപയോഗിക്കരുത്. കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ നിങ്ങളുടെ സംസ്ഥാനങ്ങൾ നിങ്ങളുടെ മനസ്സ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയിട്ടില്ലെങ്കിലും ചിലവർക്ക് ഐഡിയ കിട്ടും, എഴുതി വെക്ക്. എല്ലാവരും നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ 1-2 പ്രാവശ്യത്തിനെ കുറിച്ച് ആലോചിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെത്താൻ ഉള്ളിലേക്ക് കയറി വരും. മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ഐഡിയകൾ കിട്ടും. ടപടവയച്ചിട്ട് നിങ്ങൾക്ക് കോഡുകൾ ഉണ്ടാക്കാൻ പറ്റും. കോഡുകൾ വളരെ എഫക്റ്റീവാണ് PSCക്ക്, പക്ഷെ കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് മനസ്സ് കാണുക കേട്ടോ. ഇതിങ്ങനെ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളിൽ കിടക്കുന്നതാണ് ഇത് എന്ന് കാണുക. ഓക്കെ, നമുക്ക് തിരിച്ച് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമുക്ക് ഒരു ലേശം സമയം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സുകൾ കൂടാതെ നിങ്ങൾക്ക് ഒരു വർഷം ഫ്രീ ആയിട്ട് കിട്ടും. കൂടാതെ നിങ്ങൾക്ക് കൃത്യമായ ഒരു ലേണിംഗ് പ്ലാനോടുകൂടി 2025 ഒട്ടനവധി സർക്കാർ ജോലികളാണ് വരുന്നത്. 1ഉം 2ഉമല്ല. അപ്പം ഞാൻ പറയുന്നതൊന്നും മുഴുവൻ കേൾക്കുക, നിങ്ങൾക്ക് ഗുണം ചെയ്യും. കേട്ടതിന് ശേഷം മാത്രം മതി. 2025 അസിസ്റ്റന്റ് സെയിൽസ്മാൻ വരുന്നുണ്ട്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ വരുന്നുണ്ട്, ബീവറേജ് LDC വരുന്നുണ്ട്, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിലെ ഈ വീഡിയോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ എക്സാമുകൾക്കൊക്കെ ഒരേ സിലബസ് ആണ്. 20,000-ലധികം ഒഴിവാണ്. ഇതേ ക്ലാസ്സുകൾ ചോദ്യ പേപ്പറിനോട് സമാനമായി സബ്ജക്റ്റ് വൈസായിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. ടോപ്പിക് വൈസായിട്ടും ഇതുപോലെ PSC മുൻകാല ചോദ്യങ്ങൾ, SCERT ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വേണ്ടത് മാത്രമേ പഠിപ്പിക്കൂ. അങ്ങനെ ഒരു വർഷത്തേക്ക് നമുക്കൊരു കോഴ്സ് ഉണ്ട് എല്ലാറ്റിനും കൂടിയിട്ട്. ആകെ ഞങ്ങൾ വാങ്ങുന്നത് 499 രൂപയാണ്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 രൂപ നിങ്ങൾക്ക് ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ ഈ കോഴ്സിന് ചേരാൻ പറ്റും. 1 റുപ്യ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുള്ളൂ. 499 രൂപ. നിങ്ങൾ എന്തിനെല്ലാം പൈസ ചെലവഴിക്കുന്നു? തീർച്ചയായിട്ടും ഞാൻ പറയുമല്ലോ, ലൈവ് ക്ലാസ് ഇല്ല, ലൈവ് ക്ലാസ് അവിടെ കൊടുക്കാൻ പറ്റില്ല. ഞാൻ അവിടെ ലൈവ് ക്ലാസ് എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ ഒരാൾ സംശയം ചോദിച്ചാൽ അത് അവസാനം വരെ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അവിടെ കുട്ടികളുടെ എണ്ണം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ 1200 രൂപ, അത് നിശ്ചിത എണ്ണം കുട്ടികളായ നമ്മൾ അവിടെ നിർത്തുകയും ചെയ്യും. ഓക്കെ, പക്ഷേ ആ ക്ലാസ്സുകളൊക്കെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ഡേ 1, ഡേ 2 എന്ത് പഠിക്കണം എന്നുള്ള കൃത്യമായ ഒരു പ്ലാനോട് കൂടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓരോ ഡേയിലും എക്സാം ഉണ്ടായിരിക്കും. ഓരോ 5ാമത്തെ ദിവസവും നിങ്ങൾക്ക് റിവിഷൻ ഉണ്ട്, അവിടെ അതിന് എക്സാം ഉണ്ട്. ആ എക്സാം എഴുതി കഴിഞ്ഞാൽ മൊത്തം കുട്ടികൾ എഴുതിയ എക്സാമിൻ്റെ റിസൾട്ടുമായി കമ്പയർ ചെയ്ത് നിങ്ങളുടെ മാർക്ക് കിട്ടും. നിങ്ങൾക്ക് എവിടെയാണ് സ്ട്രെങ്ത്, നിങ്ങൾക്ക് എവിടെയാണ് വീക്ക്നെസ്, അതിനായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓരോ 1-1.5 ആഴ്ച കഴിയുമ്പോൾ, 10 ദിവസമോ കഴിയുമ്പോൾ ഞാൻ ലൈവിലെത്തും നിങ്ങളുടെ പഠനത്തെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി. അപ്പം എന്നോട് സംസാരിക്കുകയും ചെയ്യാം. ആകെ 499 രൂപ മാത്രമാണ്. അഫോർഡബിൾ പ്രൈസാണ് ഏതൊരാൾക്കും. ഓക്കെ, ചീപ്പാക്കിയിട്ട് ഇതിനും ചീപ്പാക്കി കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ചില സമ്മാനങ്ങളൊക്കെ ചില സമയത്ത് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അതിനപ്പുറത്തേക്ക് ഇത് ചീപ്പാക്കി കഴിയാൻ പറ്റില്ല. കാരണം നമുക്കിതിൻ്റെ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ ഇതോട് ബന്ധപ്പെട്ട ആളുകൾക്കും ജീവിച്ചു പോണ്ടേ. 1200 രൂപ ലൈവ് ക്ലാസ് ആണ്. ഇതിനോടൊപ്പം ലൈവ് ക്ലാസ് കൂടി നിങ്ങൾക്ക് കിട്ടും. ആ ലൈവ് ക്ലാസ്സിൽ എത്ര സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഒരാളുടെ സംശയം തീരുന്നത് വരെ നമ്മളത് തീർത്തിട്ടേ പോവും. കൺസെപ്റ്റ് ഉറപ്പിച്ചേ പോവും. അവിടെ എല്ലാം ഉണ്ട്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അത് നേരത്തെ റെക്കോർഡ് ക്ലാസ്സുകൾക്കുമുണ്ട്. അതിനൊരു മാസം വേണമെങ്കിൽ നേരത്തെ കോഴ്സ് നിങ്ങൾക്ക് 1 മാസം 100 രൂപ അടച്ചുകൊണ്ട് ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ മന്ത്ലി നിങ്ങൾക്ക് വെറും 100 രൂപ അടച്ച് ജോയിൻ ചെയ്യാം 1 ഇയർ കോഴ്സിന്. മറ്റതിന് 150 രൂപ, 1 മാസം വെറും 150 രൂപ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ ഒറ്റയടിക്ക് 1200 രൂപ അടയ്ക്കാം. ഇനി 100 കുട്ടികൾക്ക് മാത്രമുള്ള നമ്മുടെ കോഴ്സ് ഉണ്ട്.
നിലവിൽ 36 കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി 64 കുട്ടികൾക്ക് കൂടി അതിൽ ജോയിൻ ചെയ്യാം. അത് ഞാൻ നേരിട്ട് നടത്തുന്ന ഈ ലൈവ് ക്ലാസ്സിലൊക്കെ ഞാൻ തന്നെയാണ് വരുന്നത്. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം കയറിയാൽ മതി. ഇതായിരിക്കും ക്ലാസ്, മാത്സിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും മലയാളത്തിലാണെങ്കിലും. ഓക്കെ, ഒക്കെ ഞാൻ തന്നെ എടുക്കുന്ന ഒരൊറ്റ അവതാരമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ കൃത്യമായി റെക്കോർഡ് ക്ലാസ് കണ്ടാലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ലൈവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റെവിടെയും പോവാതെ തീർക്കാൻ പറ്റും. ഇവിടെയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളൊപ്പം അധിക സമയങ്ങളിലും ഉണ്ടാവും. അവിടെ നിങ്ങളെ ഒരു സർക്കാർ ജോലിക്കാരനാക്കുക, 100 പേരെയും സർക്കാർ ജോലിക്കാരനാക്കുക എന്നുള്ളത് എൻ്റെ നിശ്ചയമാണ്. നിങ്ങളൊന്ന് തയ്യാറായി തന്നാൽ മതി. 8000 രൂപയുടെ കോഴ്സാണ് വിത്ത് മെന്ററിങ്. ടൈം മാനേജ്മെന്റിന് നമുക്ക് ടൂളുണ്ട്. നിങ്ങൾക്ക് ഹാബിറ്റ്, അതായത് പഠനം ഒരു ശീലമാക്കാൻ നമുക്ക് ടൂളുണ്ട്. സ്ട്രെസ് കുറയ്ക്കാൻ ടൂളുണ്ട്. തമാശയ്ക്ക് പറയുകയല്ല. ഓക്കെ, അപ്പം ആ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് 8075963937 എന്നുള്ളതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ. 8075963937. ഇപ്പോൾ 4999 രൂപയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഈ കോഴ്സ് 5500 ആണ്. അത് 4999 രൂപയ്ക്കാണ്. അതിലെനിക്ക് വാട്സപ്പ് ചെയ്യുക. മറ്റേ 2 കോഴ്സുകളും ലൈവ് ക്ലാസ്സിനും റെക്കോർഡ് ക്ലാസ്സും വിത്ത് എക്സാംസ് ആണ്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് മാസം വേണമെങ്കിൽ അല്ലെങ്കിൽ ഒറ്റയടിക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് അഫോർഡബിൾ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതൊരു സാധാരണക്കാരനും എടുക്കാൻ പറ്റാവുന്ന ഒരു പൈസയാണ് 499. ഓക്കെ, കാരണം നമുക്കിന്ന് ജീവിച്ച് പോകണമെങ്കിൽ, ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പൈസയ്ക്ക് ഒരു വർഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മാസം 100 രൂപ. അപ്പം ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഇപ്പം ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, എന്താ ക്ലാസ് പറഞ്ഞത്? നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച വനിത ഏത്? നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന മറ്റൊരു ചെറിയ മേഖലയാണ് സ്പോർട്സ്. നിങ്ങൾ മാറ്റിവെക്കണ്ട. നിങ്ങൾ ഈ പരന്ന ചില വിഷയങ്ങൾ പഠിക്കുന്നതിന് പകരം ആ സ്പോർട്സിലേക്ക് ഒന്ന് എത്തി നോക്കി പഠിച്ചു നോക്ക്. ഒരു 2-3 തവണ. നിങ്ങൾക്ക് ഈ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി വനിത ആരാണ്? ഇപ്പൊ വനിത എന്ന് വരികയാണ്, ക്രിക്കറ്റ് എന്ന് വരികയാണ്, മലയാളി എന്ന് വരികയാണ്. ഉത്തരം കണ്ണും ചിമ്പി എഴുതിക്കോ മിന്നുമണി എന്ന്. 90% ഇതായിരിക്കും. 90%. ചിലപ്പോൾ ഒന്ന് പാളിന്ന് വരും ഉത്തരം അറിയില്ലെങ്കിൽ. അവിടെ പക്ഷേ അധികവും നിങ്ങളുടെ ശരിയാവാനാണ് സാധ്യത. എന്താണ് അവിടുത്തെ കീവേഡ്? വനിത, മലയാളി, ക്രിക്കറ്റ്. PSCക്ക് സാധ്യതയുള്ള ചോദ്യങ്ങൾ ആ രീതിയിലാണ്. മിന്നുമണിയാണ് വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ മലയാളിയാണ്. ഇന്ത്യക്കായി വിക്കറ്റ് എടുത്ത ആദ്യ മലയാളി വനിതാ താരമാണ്. ലേലത്തിലൂടെ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ടീമിൽ ഇടം നേടിയ മലയാളിയാണ്. ഇന്ത്യക്ക് വേണ്ടി T20 മത്സരം കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരമാണ്. അന്താരാഷ്ട്ര വനിതാ ടീമിന്റെ ക്യാപ്റ്റനായ ആദ്യ മലയാള താരമാണ്. മിന്നും മണി ഒക്കെ PSC ബുള്ളറ്റിൽ വന്നതാ. ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, ക്രിക്കറ്റ് അല്ലേ? ചോദ്യം വരാൻ സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്തു വെക്കാൻ എന്താ ബുദ്ധിമുട്ട്? നരേന്ദ്രമോദി സ്റ്റേഡിയം, മൊട്ടേരെ, അഹമ്മദാബാദ്. നരേന്ദ്രമോദിയെ ഓർക്കുമ്പോൾ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ പ്രധാന ഒരു ഭാഗമാണ് അഹമ്മദാബാദ്. അവിടെ ഉള്ള മൊട്ടേരെ സ്റ്റേഡിയം അല്ലേ? നരേന്ദ്രമോദിക്ക് എത്ര അധികം മുടിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് മൊട്ടയാണെന്ന് വിചാരിച്ചാൽ മതി. നരേന്ദ്രമോദിയുടെ പാർട്ടിക്കാർ ക്ഷമിക്കേണ്ട, കളിയാക്കി പറയുന്നതല്ലേ. നമുക്ക് ഇവിടെ അതൊന്നുമില്ല. മുട്ട പ്രധാനമന്ത്രിനെ അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ പ്രധാനമന്ത്രിനെ അല്ല പറയുന്നത്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാ. മൊട്ടേര സ്റ്റേഡിയം, നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഓക്കെ, ഓർത്തു വെച്ചല്ലോ, എളുപ്പമല്ലേ? ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം ഉണ്ട്. മറ്റൊന്ന് മൊട്ട മുണ്ട, 2023 ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഒഡീഷയിൽ ഒരു മുണ്ട, ഗുജറാത്തിൽ ഒരു മൊട്ട. മൊട്ട ക്രിക്കറ്റിന്, മുണ്ട എവിടേക്ക്? ഹോക്കിയിൽ അല്ലേ? ഒരു മുണ്ടൻ വടി ഉപയോഗിച്ചിട്ടല്ലേ ഹോക്കി കളിക്കുക? അങ്ങനെ ആലോചിച്ചാൽ പോരെ, ഒരു മുണ്ടൻ വടി. ഓക്കെ, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം
അത് നമ്മൾ ഓർത്തിരിക്കണം. PSC ബുള്ളറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആരാണ് നമുക്കറിയാം, അത് സഞ്ജു സാംസൺ ആണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി താരം സഞ്ജു സാംസൺ. സഞ്ജു സെഞ്ചുറി ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോക്ക്. സഞ്ജു സെഞ്ചുറി. അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ മനസ്സ് പറയൂ സഞ്ജു സെഞ്ചുറി. കുട്ടിയോട് പാട്ടായിട്ട് പറയൂ സഞ്ജു സെഞ്ചുറി. നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ വെറുതെ മനസ്സിലാലോചിക്കുക സഞ്ജു സെഞ്ചുറി. വെറുതെ ഒരു 4-5 തവണ. എന്നിട്ട് സഞ്ജുവിനെ മനസ്സിൽ കാണാൻ നോക്ക്. സെഞ്ചുറി അടിച്ച് കയറുന്നത് സഞ്ജുവിനെ കാണാൻ നോക്ക്. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏത് സമയത്തും PSC പഠനത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, സാധിക്കാവുന്ന സമയങ്ങളിലൊക്കെ തന്നെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസനാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 108 റൺസാണ്. ഇനി അടുത്തൊരു മലയാളിനെ നമ്മൾ ഓർത്തു വെക്കണം, PR ശ്രീജേഷ്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ, ദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ നേടുന്ന മലയാളികളെ നമ്മൾ ഓർത്തിരിക്കണം. അവർ PSC പരീക്ഷയ്ക്ക് കയറി വരും. ചെറിയ ഭാഗമാണ്, അധികം ആൾക്കാരൊന്നും പഠിക്കാനില്ല. പേര് കാണുമ്പോൾ ഞെട്ടുന്നേ ഉള്ളൂ. പക്ഷെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇത് ഹോക്കിയിലാണ്, ശ്രീജേഷ് ആണ്. ഹോക്കിയിൽ ശ്രീജേഷ്. എങ്ങനെയാ ഹോക്കി കഴിഞ്ഞാൽ? ഹോക്കി H ആണ്. ഇവിടെ PR ഉണ്ട്, ശ്രീജേഷ് ഉണ്ട്. PR ശ്രീജേഷ് ആണ്. എങ്ങനെയാ ഹോക്കിയുടെ വടി? എങ്ങനെയാടോ ഹോക്കിയുടെ വടി ഇല്ലേ ആ ശ്രീയില്? ആ ശ്രീയില് ഹോക്കിയുടെ വടി ഉണ്ട്, ഓർത്ത് വെക്ക്. ഹോക്കിയുടെ വടി, ആ വടി കൊണ്ട് ഒരടിയാണ്. അപ്പ അത് പോണ പരിപാടിയാണ്. നോക്ക്, ശ്രീജേഷ് ഹോക്കി കൊണ്ട് ഒരടിയാ. അടിച്ചപ്പോ ബോള് പോയ പോക്ക. ഒരു തിരികെ തിരിച്ചിട്ട് ഇതാണ് ബോള്. ആ ബോള് പോയ പോക്ക. ആരോണ്ടാ അടിച്ചത്? ഹോക്കി കൊണ്ട്. ഇതാണ് ഹോക്കി, ഇതാണ് ബോള് പോയ പോക്ക്. മറന്നു പോവുക നമ്മൾ എവിടെയാണ്? ശ്രീജേഷ്. ഇങ്ങനെ ഭാവന നിങ്ങളുടെ വികസ്വരമാക്ക്. അപ്പൊ നിങ്ങൾ PSC പഠന സമയത്ത് നിങ്ങൾ കളറുള്ള പേനോണ്ട് നോട്ട് എഴുത്. പല കളറുള്ള പേനോണ്ട്. അധികം സമയം എടുക്കരുത്. അപ്പൊ നിങ്ങളൊരു കുട്ടിയായി മാറും. നിങ്ങളുടെ പഴയ കാലത്തേക്ക് തിരിച്ചു പോകും. നിങ്ങളുടെ ഭാവന സമ്പന്നമാവും. നമ്മുടെ എന്തുണ്ടാവും? നമ്മുടെ നല്ല സന്തോഷം തരുന്ന ഹോർമോണുകൾ ഉണ്ടാവും. നമ്മുടെ ഓർമ്മ കൂടും. നമ്മളിത് നല്ല ജേണി ആയിട്ട്, ഈ ജേണി തന്നെ, യാത്ര തന്നെ മനോഹരമാക്കി മാറ്റാം. അല്ലാതെ ഈ സ്ട്രെസ് എടുത്ത് കൊണ്ടുവരണ്ട. സാഫ് കപ്പ് ഓർക്കണം, അതിന്റെ ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് കുവൈത്താണ്. വേദി ഇന്ത്യയാണ്. കോഡ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ താഴെ ആരിടും നോക്കാലോ. ഇന്ത്യയുടെ 9ാം സാഫ് കപ്പ് കിരീടമാണ്. ടൂർണമെന്റിലെ താരം ഗോൾഡൻ ബൂട്ട് സുനിൽ ഛേത്രിയാണ്. ഓർത്തിരിക്കണം, സുനിൽ ഛേത്രിനെ ഓർത്തിരിക്കണം. ഫുട്ബോൾ വരുമ്പോ ഇന്ത്യക്കാരനാണെങ്കിൽ സുനിൽ ഛേത്രിയാണ് ഓപ്ഷൻ വരാൻ ധാരാളം സാധ്യത. സ്കാഫ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രി. അണ്ടർ 19 ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യവും ഇന്ത്യയാണ്. ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചിട്ടാണ്. 2024 സാഫ് വേദി കൂടി ഓർത്തു വെച്ചോളൂ, നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. ഇപ്പൊ സുനിൽ ഛേത്രിനെ നമുക്കൊന്ന് ഓർത്തിരിക്കണ്ടേ? ഫിഫ പാസ് ദ മെസ്സേജ് ടു കിക്ക് ഔട്ട് കൊറോണ, ആ വൈറസ് വീഡിയോ ക്യാമ്പയിൻ തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി. അതായത് കൊറോണ വീഡിയോ ക്യാമ്പയിനിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആള് ഫിഫയുടെ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമാണ് സുനിൽ ഛേത്രി. സുനിൽ ഛേത്രി ഇപ്പൊ പ്രസക്തമാണ്. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞ വർഷങ്ങളിലായി, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സുനിൽ ഛേത്രി പ്രസക്തമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ നേട്ടം കൊണ്ട് മാത്രമല്ല. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ചോദ്യകർത്താവിന്റെ മനസ്സിലേക്ക് സുനിൽ ഛേത്രി കയറി വരാൻ സാധ്യതയുണ്ട്. രാജ്യാന്തര ഫുട്ബോൾ നേട്ടത്തിൽ പെലെയെ മറികടന്ന താരമാണ് സുനിൽ ഛേത്രി. ഓർത്തു വെച്ചോളൂ കേട്ടോ, പെലേനെ മറികടന്നു. T20 ലോകകപ്പ് 2024 ഇന്ത്യക്കായിരുന്നു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെയാണ് തോൽപ്പിച്ചത്. 2024 ബാഡ്മിന്റൺ ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ വനിതാ ടീമിനെ സ്വർണ്ണ മെഡൽ നേട്ടത്തിലേക്ക് നയിച്ചതാര്? ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നാൽ ബാഡ്മിന്റണിൽ തിളങ്ങി നിൽക്കുന്ന താരം ആരാണെന്ന് നോക്കണം. അതാരാണ്? PV സിന്ധു. PV സിന്ധുവിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. 3-4 പോയിന്റേ PV സിന്ധുവിനെ കുറിച്ച് ഓർക്കണ്ടുള്ളൂ. അപ്പൊ അതിലല്ലാത്തൊന്ന് വന്നാൽ അവിടെ നിങ്ങൾ സംശയിക്കണം. അതിൽ പെട്ടെന്ന് വന്നാലോ PV സിന്ധു എന്ന് എഴുതാം. നോക്കൂ, ഇവിടെ എന്തൊക്കെയാണ് PV സിന്ധുവിനെ കുറിച്ച് നമുക്ക് ഓർക്കേണ്ടി വരുന്നത്? ഏഷ്യൻ ടീം ചാമ്പ്യൻഷിപ്പ് സ്വർണം. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പതാക വാഹക സ്വർണം കിട്ടിയിട്ടില്ല കേട്ടാ, ഓർക്കണം. പാരീസ് ഒളിമ്പിക്സിൽ സിന്ധുവിന് സ്വർണം കിട്ടിയിട്ടില്ല, അത് പ്രത്യേകം ഓർക്കണം. വെള്ളി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ല. വെങ്കലം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? അപ്പോ
പി വി സിന്ധുവിന് കിട്ടിയിട്ടില്ല, അത് ഓർക്കണം. അപ്പൊ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി പി.വി. സിന്ധുവിനെയും ശരത് കമലിനെയും ഒളിമ്പിക് ഗെയിംസിലേക്ക് പതാകവാഹകരായിരുന്നു. ഏഷ്യൻ മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം ഫെബ്രുവരിയിൽ ദുബായിൽ നടന്ന ബാഡ്മിന്റണിലാണ്. അപ്പോ നോക്കൂ, 2024 വരെ നേട്ടങ്ങൾ എന്ന് പറയുന്നത് ഒളിമ്പിക്സിലില്ല, അവിടെ പതാകവാഹകയാണ്. പക്ഷെ ഏഷ്യൻ ടീമിൽ ചാമ്പ്യൻഷിപ്പ് സ്വർണമുണ്ട്, എന്നാൽ ഏഷ്യൻ മിക്സഡ് ടീമിൽ അവർക്ക് വെങ്കലമാണ്. ഓർത്തിരിക്കാൻ മക്കളെ, എന്ത് ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടുമില്ല. ഒന്ന് നോട്ട് എഴുതണം, ഇനി ഇടയ്ക്കൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അത് അടുക്കളയിലെ പണിയിൽ, നിങ്ങൾ കമ്മ്യൂട്ട് ചെയ്യുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ജോലിക്കാരാണെങ്കിൽ കുളിക്കുമ്പോൾ ഒക്കെ ഒരു ലിസ്റ്റ് എടുത്ത് വെക്കിയത് കീശയിലേ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇടയ്ക്കെടുത്ത് നോക്കുക, ഓർമ്മയിൽ കൊണ്ടുവരിക. അങ്ങനെയാണ് റിവിഷൻ നടത്തേണ്ടത്. അല്ലാതെ ഇത് കുത്തിരുന്ന് പഠിച്ചാൽ ഉറക്കം വരും. അപ്പം പുതിയ വീഡിയോകളോ പുതിയ കൺസെപ്റ്റുകളോ കൂടുതൽ പഠിച്ചെടുക്കാൻ നോക്കുക. എന്നിട്ട് നിങ്ങളുടെ നോട്ട് ഉണ്ടാക്കുക. മനോഹരമായ നോട്ടായിരിക്കണം. ഇനി മുതൽ ശ്രദ്ധിക്കുക, അത് പ്രിസൈസ് ആയിരിക്കണം. നോട്ട് എങ്ങനെ എടുക്കാം എന്ന്, നോട്ട് എങ്ങനെ കുറിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ് നിങ്ങൾ ഡിമാൻഡ് ചെയ്യാണ് ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെയെങ്കിൽ 10 ആളുകൾ ഡിമാൻഡ് ചെയ്താൽ ഞാനൊരു ക്ലാസ് വെച്ചുതരാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ. നോട്ട്, മനോഹരമായ ഒരു നോട്ട് പരീക്ഷയ്ക്ക് നിങ്ങളെ നല്ലോണം സഹായിക്കും. കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ ആദ്യമായി ഒരു ബാഡ്മിന്റൺ അക്കാദമി സ്ഥാപിച്ചത് എവിടെയാണ്? അപൂർവമായ ഒരു കാര്യമാണ്. കേരള ബാഡ്മിന്റൺ അസോസിയേഷൻ ഒരു ബാഡ്മിന്റൺ അക്കാദമി സ്ഥാപിച്ചു. അതെവിടെയാണ്? ഒറ്റപ്പാലത്താണ്. ഓർത്തിരിക്കുക, ചോദ്യം വന്നേക്കാം. കേരള ബാഡ്മിന്റൺ ഷട്ടിൽ അസോസിയേഷൻ ബാഡ്മിന്റൺ താരങ്ങളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യ അക്കാദമി ഒറ്റപ്പാലത്ത് സ്ഥാപിച്ചു. നോക്കൂ, ചെസ്സിൽ 2600 റേറ്റിംഗ് നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം നിഹാൽ സരീൻ. ചെസ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ മലയാളികളായ 3 ആളുകളെയാണ് ഓർക്കേണ്ടത്. അല്ല, മലയാളികളല്ല, ഇന്ത്യക്കാരായിട്ടുള്ള 3 ആളുകളെയാണ്. ഒന്ന് പ്രജ്ഞാനന്ദ. എന്താ വിശേഷം പ്രജ്ഞാനന്ദയുടെ? ഒന്ന് നിഹാൽ സരീൻ, മലയാളിയാണ്. മൂന്നാമത്തേത് ഡി ഗുണേഷ്, ദൊമ്മരാജു ഗുണേഷ്, ചെന്നൈക്കാരൻ. ഓർത്തിരിക്കണം, 18 വയസ്സ്. ഇതൊക്കെ ഓർത്തിരിക്കണം. അടുത്ത എക്സാമിനാണ് ഓർത്തിരിക്കേണ്ടത്, ഈ എക്സാമിന് വരില്ല. ഓർത്തു വെച്ചോ, ദൊമ്മരാജു എന്നാണ് പേര്, ദൊമ്മരാജു ഗുണേഷ് എന്നാണ് പേര്. ചൈനീസ് താരത്തെയാണ് തോൽപ്പിച്ചത്. ചൈനീസ് താരത്തിന്റെ പേരാർക്കെങ്കിലും പറയാൻ പറ്റുമോ? 18 വയസ്സാണ്. കാസ്പറോവിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ എന്ന ലോക റെക്കോർഡാണ് ആര് തിരുത്തിയത്? ഗുണേഷ് തിരുത്തിയത്. ഭാഗ്യ നിർഭാഗ്യങ്ങളെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? കറുത്ത കരുക്കളുമായി കളിച്ചാൽ ചെസ്സിൽ തോൽവിക്കാൻ സാധ്യത എന്നുള്ളതാണ് പൊതുവെ പറയാറ്. പക്ഷേ ഫൈനലിൽ ഗുണേഷ് കറുത്ത കരുക്കളുമായാണ് കളിച്ചത്. ഞാനൊരു ദൈവവിശ്വാസിയാണ്, നിങ്ങളും ദൈവവിശ്വാസിയോ യുക്തിവാദിയോ ആയിരിക്കാം. ഓർക്കുക, ദൈവം ഒരു പകിട കളിക്കാരനല്ല. മനസ്സിലായില്ലേ? ചാടിക്കളിക്കടാ കുഞ്ഞിരാമ, താൻ പാതി ദൈവം പാതി എന്നതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്ക്. PSC ഭാഗ്യമല്ല, വേണ്ടത് മാത്രം പഠിക്ക്. യുക്തി കൊണ്ട് ചിന്തിക്കണം. യുക്തി അതിനാണ് നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത്. ആ ബുദ്ധിയെ തന്നെ നമുക്ക് ദൈവം എന്ന് വിളിക്കാം. ഓക്കെ, ധീയാണത്, ബുദ്ധിയാണ്. ആ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്ക്. എവിടെ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്, അതിനനുസരിച്ച് പഠിക്ക്, അതിനനുസരിച്ച് പ്ലാൻ ഉണ്ടാക്കുക. അല്ലാതെ ദിശയറിയാത്ത നാവികനെ പോലെ ആവരുത്. കുറേ അങ്ങണ്ട് പഠിച്ചു, കുറേ ഇങ്ങണ്ട് പഠിച്ചു, ഒരു പ്ലാൻ ഇല്ലാതെ പഠിച്ചു. അവിടെ പഠിക്കുമ്പോൾ തോന്നും അത് പഠിക്കണോ, ഇത് പഠിക്കുമ്പോൾ തോന്നും ഇത് പഠിക്കണോ. ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ കടന്നു പോകുക. നിങ്ങൾ ഈ 80 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സീരീസ് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചോദ്യങ്ങളൊക്കെ വരുന്നത് മക്കളെ എവിടെന്നാ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ടൈപ്പ് ചോദ്യങ്ങളാണ്. ഇത് PSCക്ക് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്കായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ആ നേരത്തെ ഫുട്ബോൾ ചോദ്യം വന്നപ്പോൾ ഉണ്ടാക്കി തന്നതാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ഇപ്പൊ നോക്കൂ, ഫുട്ബോളിൽ പ്രധാനപ്പെട്ട ആളുകളെ മാത്രം പഠിച്ചു വെച്ചാൽ ആവർത്തിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അക്ഷാംശ രേഖയിൽ നിന്നും രേഖാംശ രേഖയിൽ നിന്നും ആവർത്തിച്ച ചോദ്യങ്ങളുണ്ട്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും ആവർത്തിച്ച ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഭക്ഷ്യസുരക്ഷയുടെ പാഠഭാഗം എവിടുന്നാ വരുന്നത്? അത് SCERT എന്നാണ്. ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാ. കറണ്ട് അഫയേഴ്സിന്റെ മാത്രം ഞാൻ അന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ ചെസ്സുമായി ബന്ധപ്പെട്ട് ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയാ? ഒരു വിഭാഗം ചോദിക്കുന്നത് പ്രശസ്തരായ മലയാളികൾ, അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും പ്രശസ്തരായ മലയാളികൾ, അതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തരായ ഇന്ത്യക്കാർ, അവരെയാണ് ചോദിക്കുന്നത്. അത് PSC ബുള്ളറ്റിൽ വന്നതാണെങ്കിൽ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സോഴ്സ് അറിഞ്ഞ് പഠിക്കണം.
താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടത് ശരിയായവ ഏതാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ശരിയാണത്. എവിടുന്ന് വന്നു എന്ന് ഞാൻ കാണിച്ചുതരാം. SCERT ബുക്കുന്ന വേറെ എവിടുന്നും അല്ല. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മതയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. അതും ശരിയാണ്. എവിടുന്ന് വന്നു? SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നു. ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കും. യെസ്, അത് സർക്കാരിന്റെ കടമയാണ്. എവിടുന്ന് വന്നു? SCERT ബുക്കിൽ നിന്ന് വന്നു. സബ്സിഡി കുറയ്ക്കുക തെറ്റാണ്. സബ്സിഡി കൂട്ടുകയാണ് വേണ്ടത് ഭക്ഷ്യസുരക്ഷയ്ക്ക്. എവിടെ നിന്ന് വന്നു? SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നു. ഇത് കണ്ട ഉടനെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമം മുഴുവൻ പഠിക്കാൻ പോകുന്നു, അതിന്റെ പാരഗ്രാഫ് പഠിക്കാൻ പോകുന്നു, അതുമായി ബന്ധപ്പെട്ട വലിയ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ പോകുന്ന ഒന്നും വേണ്ട. SCERT ബുക്ക് പഠിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് മതി മറ്റ് അഭ്യാസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവിടെ 1, 2, 3 ശരിയാണ്. ഏതാണ് ഉത്തരം? ഡി എന്നുള്ള ഓപ്ഷനാണ്. 1, 2, 3 സി എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ പഴയ പാഠം, 7ാം ക്ലാസ്സിലെ പുതിയ പാഠം. ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ കിട്ടുമോ നോക്കാം. 2013 പാർലമെന്റ് അംഗീകരിച്ചു. PSC ചോദിച്ചിട്ടുണ്ട്. സകല നിയമങ്ങളുടെയും വർഷം അറിഞ്ഞിരിക്കേണ്ട. SCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ PSC സ്ഥിരമായി ആവർത്തിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിനപ്പുറത്തൊരു ചോദ്യം വന്നാൽ പോയി പണിയൊക്കാൻ പറയടോ, നമ്മൾ ഉത്തരം എഴുതാൻ പോകുന്നില്ല. അങ്ങനത്തെ 5ഓ 10ഓ ചോദ്യമേ വരുള്ളൂ. അതിനുവേണ്ടി ലോകം മുഴുവൻ പഠിച്ചിരിക്കേണ്ട. ഇത് പഠിച്ചാൽ മതി, നമുക്ക് PSC കിട്ടും. 2013 ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ലഭ്യമാക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഈ വാക്കുകൾ തന്നെയല്ലേ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ആ പരീക്ഷയ്ക്ക് ചോദിച്ചത്? ഈ പാഠപുസ്തകത്തിനാണ് അത് തയ്യാറാക്കുന്നത്. ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിച്ചും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യോൽപാദന രംഗം പല വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇതൊക്കെയാണ് അതിന്റെ കാര്യം. എന്താ? ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കുക, കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം. ഇത് രണ്ടുമാണ് എന്ത് നേരിടാനുള്ള ഏറ്റവും മികച്ച വെല്ലുവിളി? ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കാനുള്ള വെല്ലുവിളി ഉണ്ടാക്കാനുള്ള വഴി. പക്ഷേ ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ആദ്യം വരുന്നത് നോക്കിവിടെ. ഒന്ന് കാലാവസ്ഥാ വ്യതിയാനം, വ്യവസായവൽക്കരണം, വരുമാനക്കുറവ്, വിലവർദ്ധനവ്, ലഭ്യതാക്കുറവ്, വിതരണത്തിലെ സന്തുലിതാവസ്ഥ. ചില ആൾക്കാർ ഈ വാർത്ത നോക്കില്ല, സബ്സിഡി വെട്ടിക്കുറച്ചു. കണ്ടുവോ? പരീക്ഷാ ചോദ്യമായിട്ട് വന്നു. ബുള്ളറ്റ് പോയിന്റുകൾ, ചിത്രങ്ങൾ, പിൻ ചെയ്തു വെച്ച കാര്യങ്ങൾ, പെട്ടിയിലിട്ട കാര്യങ്ങൾ SCERT ബുക്കിൽ കണ്ടാൽ പഠിക്കാതെ വിടരുത് മക്കളെ. പലപ്പോഴും അതാണ് PSC ചോദിക്കുന്നത്. കാരണം ഒരു ചോദ്യകർത്താവ് ആ പുസ്തകം നോക്കുമ്പോൾ ആദ്യം കണ്ണ് തടയാതാ. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, യന്ത്രവൽക്കരണം അസാധ്യമാക്കുന്നു, കൃഷിഭൂമികൾ വഴിമാറുന്നു. കാരണം എന്താ? ഭക്ഷ്യോൽപാദനത്തിൽ ഗണ്യമായ കുറവ്. ഫലം പ്രകൃതിക്ഷോഭം, ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറഞ്ഞു. ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന വെല്ലുവിളികളാണ് പ്രകൃതിക്ഷോഭം, കൃഷിഭൂമികൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്. പ്രതിസന്ധിയാണ്. നോക്ക്, ചോദ്യം ഇവിടെ നിന്ന് വന്നു. ഒരക്ഷരം മാറ്റാതെ, ഒരാശയം വിടാതെ. ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്ക് എന്നല്ലേ? സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് നാട്ടിൽ തെണ്ടി നടപ്പൂ? എന്റെ ചോദ്യം അതാണ്. നിങ്ങളെടുത്തേണ്ട ഈ നിധി. ഓക്കെ, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പലതവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേരളവും പൊതുവിതരണ സമ്പ്രദായവും അതേ ഭാഗത്തിൽ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഒക്കെ തന്നെയാണ് പൊതുവിതരണ സമ്പ്രദായം. ഭക്ഷ്യസുരക്ഷയാണ് അതിലെ പ്രധാനം. അതിൽ വരുമ്പോൾ കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നു. പക്ഷേ കേരളത്തിൽ ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായമുണ്ട്. നമ്മുടെ റേഷൻ കടകൾ, മാവേലി സ്റ്റോറുകൾ, അതൊക്കെയാണ് പൊതുവിതരണ സമ്പ്രദായം എന്ന് പറയുന്നത്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കുന്നു. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുമുള്ളതായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. ഓർത്തുവെച്ചോ, പൊതുവിതരണ സമ്പ്രദായം എന്താണ്? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും
സർക്കാർ നിയന്ത്രണത്തിലുമുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. ഓരോ വാക്കും ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഏതെല്ലാം കേന്ദ്രങ്ങളുണ്ട്? പൊതുവിതരണ കേന്ദ്രം. അരി കിട്ടും, ഗോതമ്പ് കിട്ടും, പഞ്ചസാര കിട്ടും, മണ്ണെണ്ണ കിട്ടും. ഹോർട്ടികോർപ്പ്, അവിടുന്ന് പച്ചക്കറികൾ കിട്ടും. ഓർത്തിരിക്കുക. ബാക്കി എല്ലാറ്റിൽ നിന്നും ഹോർട്ടികോർപ്പ് എന്നും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് എന്നും നന്മ സ്റ്റോർ എന്നും നീതി സ്റ്റോർ എന്നും ലാഭം സപ്ലൈകോ സ്റ്റോർ എന്നും മാവേലി സ്റ്റോറിൽ നിന്നും എല്ലാം ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ നിന്നും ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്, ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതിൻ്റെ PDF തരുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ക്ലാസ് മുഴുവൻ കണ്ടെങ്കിൽ മുഴുവൻ കണ്ടു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.